മാന്യ പ്രേക്ഷകർക്ക് വഴിത്തിരിവുകൾ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും സംഭവിച്ച അബദ്ധങ്ങളെക്കുറിച്ചാണ്. ഇസ്രായേൽ ഒരു സുപ്രഭാതത്തിൽ ഇറാനെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ അറ്റാക്കിന് മുന്നോടിയായിട്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക ഇസ്രായേലിനോട് പറയുന്നുണ്ട്, ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താനോ കീഴ്പ്പെടുത്താനോ സാധിക്കില്ല എന്നുള്ള ഒരു വസ്തുത അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിട്ടും അവർ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അവരുടെ അമിതമായ ആത്മവിശ്വാസത്താൽ അവർ ചെന്ന് അറ്റാക്ക് ചെയ്തു. ഇതിന് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാരണം അവരെ ഇറാന്, അതായത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാൻ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ പരാജയത്തിൻ്റെ പിന്നാമ്പുറ രഹസ്യം. അതായത് ഒന്നാമതായത് അവരത് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇറാന് ഒരു കാര്യം നടപ്പിലാക്കുന്നത് IAEAയുടെ മേൽനോട്ടം അവർ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ഒരു നിയമനിർമ്മാണം പാർലമെൻറ്റിൽ അവർ നടത്തി. അതിൻ്റെ ഫലമായിട്ട് അവരവിടുന്ന് ഈ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് ക്യാമറ ഊരി മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടായി. അതായത് അവരുടെ എന്താണ് അവർ ചെയ്യുന്നതിനുള്ള കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള ക്യാമറകൾ അവർ ഊരി മാറ്റി. അപ്പോൾ അതിനർത്ഥം അവിടെ കാര്യമായ ആക്രമണം നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിനൊക്കെ കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ ക്യാമറകൾ ഊരി മാറ്റേണ്ട അവസ്ഥ ഉണ്ടല്ലോ, അതിൻ്റെ റിപ്പയറുകൾ നടത്തണം. എന്നതിൻ്റെ ശേഷമേ അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അവിടെ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറകൾ അവർ ഊരി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. രണ്ടാമതായിട്ട് അവരവിടെയുള്ള ജയിലുകളെ ആക്രമിച്ചു. ഇതൊരു അവരുടെ ആളുകൾ, അതായത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെയുള്ള കുറേ ആളുകളെ തെളിവ് സഹിതം അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇറാൻ്റെ എതിരായിട്ട് ചാരപ്രവർത്തനം നടത്തിയ ഒരുപാട് ആളുകൾ, 1000 ആളുകളോളം അവർ പിടിച്ചിട്ടുണ്ട്. ഈ ആളുകളൊക്കെ തടവിലിട്ടതിൻ്റെ കാരണമായി അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ജയിലുകളെ ആക്രമിച്ചത്. ചില ആളുകൾ പറയുന്നുണ്ട് അവിടെയുള്ള ക്രിമിനലുകളെ പുറത്തിറക്കിയിട്ട് ആ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാനൊന്നും കഴിയില്ല. അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ. അത് ഇസ്രായേലിനും അറിയാം, അമേരിക്കക്കും അറിയാം. ഇതിനുള്ള കാരണം ആ ചാരന്മാരെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ കൊന്നുകളഞ്ഞിട്ട് അവരിൽ നിന്നുള്ള വിവരങ്ങൾ, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അത് ആ ഒരു വിവരങ്ങളെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. പിന്നെ അമേരിക്കയുടെ ഒരു ആക്രമണത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് അത് കൊടുത്തിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പായിട്ട് ഇറാനെ അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഈ അറിയിക്കൽ ഒരു സ്ട്രാറ്റജിക്കാണ്, അതൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കാരണം അവർ ആ ആക്രമണം നടത്തുന്നതിന് മുമ്പായിട്ട് എൻറിച്ച്മെൻറ്റ് യുറേനിയം അവർ മാറ്റാനുള്ള, അതായത് അത് സൂക്ഷിച്ച് വെക്കാൻ, അതിന് ആക്രമണം ഏൽക്കാതിരിക്കാനും വേണ്ടിയിട്ട് അത് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പോൾ ഇത് എങ്ങോട്ട് മാറ്റുന്നു എന്ന് നോക്കിയിട്ട്, അത് നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് അവിടെ തന്നെ അറ്റാക്ക് നടത്താനുള്ള ഒരു തന്ത്രമാണ് അവർ പയറ്റിയത്. ഇറാൻ അറിയാം ഇവർ ഏത് രീതിയിലൊക്കെ കളിക്കും, എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. മുൻകാലങ്ങളിലെ അവരെ ശത്രുക്കളെ ആക്രമിക്കുന്ന രീതി ഇറാന് നല്ല രീതിയിൽ അറിയുന്നത് കൊണ്ട് അവർ നേരത്തെ തന്നെ അത് നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ രീതി, ആ തന്ത്രം, അമേരിക്കയുടെ ആ തന്ത്രം വിലപ്പോയില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് ഉദാഹരണമായിട്ടാണ് മാധ്യമങ്ങൾ ട്രംപിനോട് ചോദ്യം ചോദിച്ചിട്ട് ഒരു പ്രസിഡൻറ്റിൻ്റെ അടുത്ത് നിന്ന്
വരാത്ത രൂപത്തിലുള്ള സംസാരങ്ങളും ടോക്കുകളും അവിടെ ഉണ്ടായി എന്നുള്ള തെറി പറഞ്ഞുകൊണ്ടുള്ള ടോക്കുകളും അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മളെല്ലാം ദർശിച്ചതുമാണ്. പിന്നെ ഈ അതുപോലെ തന്നെ ഇറാന് ഈ ഇൻ്റലിജൻസിൽ വിള്ളലുകൾ ഉണ്ടെന്ന് മനഃപൂർവ്വം അവർക്ക് ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഈ ചാരന്മാരെ അവർ നിരീക്ഷണ വലയത്തിലാക്കി വച്ചിരിക്കുകയാണെന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അവരെ ഈ അറ്റാക്ക് വന്ന ഉടനെ തന്നെ ഇവർക്ക് ഈ സ്ഥലങ്ങളിലെ അതായത് ഈ ആണവ ശാസ്ത്രജ്ഞന്മാരും അവരുടെ കമാൻഡർമാരും ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് കറക്റ്റ് ഷാർപ്പായിട്ട് അറ്റാക്ക് നടന്നിട്ടുള്ളത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവിടെ ചാരന്മാരെ അതിവിവരമായിട്ടുള്ളത് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആയിരക്കണക്കിന് ആളുകളെ അവർ പിടിക്കുന്ന അവസ്ഥയും അവരെ രക്ഷപ്പെടുത്താനോ അവരിൽ നിന്ന് രഹസ്യങ്ങൾ പോവാതിരിക്കാനും വേണ്ടിയിട്ട് ജയിലിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയും അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇറാനിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ശത്രുവിനെ കുരുക്കിലാക്കുന്ന തന്ത്രങ്ങളാണ്. പിന്നീട് ഇറാൻ നേതാക്കൾ ഒരു രഹസ്യങ്ങളും പുറത്തു പോവാതിരിക്കാൻ, വാർത്തകളോ പുറത്തു പോവാതിരിക്കാനും വേണ്ടിയിട്ട് എല്ലാ സോഷ്യൽ മീഡിയകളും അവർ നിരോധിച്ചു, ബാൻ ചെയ്ത് വെച്ചിട്ട് ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിയാതെ അവർ സൂക്ഷിച്ചു വെച്ചു. ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം വിജയാഘോഷ സമയങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന വീഡിയോകൾ ഇറാൻ റിലീസ് ചെയ്യുകയും അത് അമേരിക്കൻ യാങ്കികളെ അങ്കിൾ സാമിനെയും വല്ലാത്ത രൂപത്തിലുള്ള ജാള്യതയിലേക്ക് എത്തുകയും അതുപോലെ തന്നെ വീണ്ടും അവർക്കെതിരെ യുദ്ധഭീഷണിയും ഭീഷണിയുടെ സ്വരങ്ങളും ഉയർന്നു വരുന്നതും നമ്മൾ കണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല ഇറാനിലെ എത്ര നേതാക്കൾ കൊല്ലപ്പെട്ടു, ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഒരു വിവരങ്ങളും അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നുള്ള അത് ഒരു വസ്തുതയാണ്. അടുത്ത വീഡിയോയുമായി കേട്ടുമുട്ടുന്നതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് വാർത്തകളിലെ വഴിത്തിരിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം, നന്ദി.